ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. അക്ഷരങ്ങളുടെ സിഫാത്ത് അഥവാ സ്വരവിശേഷണങ്ങൾ, ഗുണങ്ങൾ, ഇതാണ് സിഫാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനമായി രണ്ട് വിഭാഗമാണ്: വിപരീതങ്ങൾ ഉള്ളവ, വിപരീതങ്ങൾ ഇല്ലാത്തവ. ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുശേഷം വിപരീതങ്ങൾ ഉള്ള സിഫാത്തുകളിൽ ഹംസ്, ജഹർ, അതുപോലെ ഷിദ്ദ, റഫാവ, ഈ 4 സിഫത്തുകളും നമ്മൾ മനസ്സിലാക്കി. ഷിദ്ദത്തിന്റെ കൂടെ തവസ്സുത്തും ഉണ്ട്. അപ്പോൾ ആകെ 5: ഹംസ്, ജഹർ, ഷിദ്ദ വ തവസ്സുത്ത്. ഷിദ്ദയും തവസ്സുത്തും ഒരുമിച്ച് അതിന്റെ വിപരീതമായ റഫാവ. ഈ സിഫത്തുകളെല്ലാം വിശദമായി നാം മനസ്സിലാക്കുകയും അതിന്റെ ഹർഫുകളും നാം അറിയുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത സിഫത്ത് മനസ്സിലാക്കാം. അത് അൽ ഇസ്തിഅല എന്നതാണ്. അതിന്റെ വിപരീതമാണ് ഇസ്തിഫാൽ. അപ്പോൾ ഇസ്തിഅല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, അല യഅലു ഉലുവ് എന്ന് പറഞ്ഞാൽ ഉയരുക എന്നർത്ഥം. അല യഅലു ഉലുവ് എന്ന് പറഞ്ഞാൽ ഉയരലാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അൽ ഇസ്തിഅല വഹുവ ഫിൽ ലുഗ അൽ ഇർതിഫാ. ഹിദായത്തുൽ ഖാരിയുടെ കർത്താവ് ഷേഖ് മസ്റഫി പറയുകയാണ്, ഭാഷയിൽ ഇസ്തിഅല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. അക്ഷരങ്ങളുടെ സിഫാത്ത് അഥവാ സ്വരവിശേഷണങ്ങൾ, ഗുണങ്ങൾ, ഇതാണ് സിഫാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനമായി രണ്ട് വിഭാഗമാണ്: വിപരീതങ്ങൾ ഉള്ളവ, വിപരീതങ്ങൾ ഇല്ലാത്തവ. ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുശേഷം വിപരീതങ്ങൾ ഉള്ള സിഫാത്തുകളിൽ ഹംസ്, ജഹർ, അതുപോലെ ഷിദ്ദ, റഫാവ, ഈ 4 സിഫത്തുകളും നമ്മൾ മനസ്സിലാക്കി. ഷിദ്ദത്തിന്റെ കൂടെ തവസ്സുത്തും ഉണ്ട്. അപ്പോൾ ആകെ 5: ഹംസ്, ജഹർ, ഷിദ്ദ വ തവസ്സുത്ത്. ഷിദ്ദയും തവസ്സുത്തും ഒരുമിച്ച് അതിന്റെ വിപരീതമായ റഫാവ. ഈ സിഫത്തുകളെല്ലാം വിശദമായി നാം മനസ്സിലാക്കുകയും അതിന്റെ ഹർഫുകളും നാം അറിയുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത സിഫത്ത് മനസ്സിലാക്കാം. അത് അൽ ഇസ്തിഅല എന്നതാണ്. അതിന്റെ വിപരീതമാണ് ഇസ്തിഫാൽ. അപ്പോൾ ഇസ്തിഅല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, അല യഅലു ഉലുവ് എന്ന് പറഞ്ഞാൽ ഉയരുക എന്നർത്ഥം. അല യഅലു ഉലുവ് എന്ന് പറഞ്ഞാൽ ഉയരലാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അൽ ഇസ്തിഅല വഹുവ ഫിൽ ലുഗ അൽ ഇർതിഫാ. ഹിദായത്തുൽ ഖാരിയുടെ കർത്താവ് ഷേഖ് മസ്റഫി പറയുകയാണ്, ഭാഷയിൽ ഇസ്തിഅല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. അക്ഷരങ്ങളുടെ സിഫാത്ത് അഥവാ സ്വരവിശേഷണങ്ങൾ, ഗുണങ്ങൾ, ഇതാണ് സിഫാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനമായി രണ്ട് വിഭാഗമാണ്: വിപരീതങ്ങൾ ഉള്ളവ, വിപരീതങ്ങൾ ഇല്ലാത്തവ. ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുശേഷം വിപരീതങ്ങൾ ഉള്ള സിഫാത്തുകളിൽ ഹംസ്, ജഹർ, അതുപോലെ ഷിദ്ദ, റഫാവ, ഈ 4 സിഫത്തുകളും നമ്മൾ മനസ്സിലാക്കി. ഷിദ്ദത്തിന്റെ കൂടെ തവസ്സുത്തും ഉണ്ട്. അപ്പോൾ ആകെ 5: ഹംസ്, ജഹർ, ഷിദ്ദ വ തവസ്സുത്ത്. ഷിദ്ദയും തവസ്സുത്തും ഒരുമിച്ച് അതിന്റെ വിപരീതമായ റഫാവ. ഈ സിഫത്തുകളെല്ലാം വിശദമായി നാം മനസ്സിലാക്കുകയും അതിന്റെ ഹർഫുകളും നാം അറിയുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത സിഫത്ത് മനസ്സിലാക്കാം. അത് അൽ ഇസ്തിഅല എന്നതാണ്. അതിന്റെ വിപരീതമാണ് ഇസ്തിഫാൽ. അപ്പോൾ ഇസ്തിഅല
എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം അല യഅലു ഉലുവ് എന്ന് പറഞ്ഞാൽ ഉയരുക എന്നർത്ഥം. അല യഅലു ഉലുവ് എന്ന് പറഞ്ഞാൽ ഉയരലാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അൽ ഇസ്തിഅലാ വഹുവ ഫിൽ ലുഗ അൽ ഇർതിഫാ. ഹിദായത്തുൽ ഖാരിയുടെ കർത്താവ് ഷേഖ് മസ്റഫി പറയുകയാണ്, ഭാഷയിൽ ഇസ്തിഅലാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. അക്ഷരങ്ങളുടെ സിഫാത്ത് അഥവാ സ്വരവിശേഷണങ്ങൾ, ഗുണങ്ങൾ, ഇതാണ് സിഫാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനമായി രണ്ട് വിഭാഗമാണ്: വിപരീതങ്ങൾ ഉള്ളവ, വിപരീതങ്ങൾ ഇല്ലാത്തവ. ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുശേഷം വിപരീതങ്ങൾ ഉള്ള സിഫാത്തുകളിൽ ഹംസ്, ജഹർ, അതുപോലെ ഷിദ്ദ, റഖാവ, ഈ 4 സിഫത്തുകളും നമ്മൾ മനസ്സിലാക്കി. ഷിദ്ദത്തിന്റെ കൂടെ തവസ്സുത്തും ഉണ്ട്. അപ്പോൾ ആകെ 5: ഹംസ്, ജഹർ, ഷിദ്ദ വ തവസ്സുത്ത്. ഷിദ്ദയും തവസ്സുത്തും ഒരുമിച്ച്, അതിന്റെ വിപരീതമായ റഖാവ. ഈ സിഫത്തുകളെല്ലാം വിശദമായി നാം മനസ്സിലാക്കുകയും അതിന്റെ ഹർഫുകളും നാം അറിയുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത സിഫത്ത് മനസ്സിലാക്കാം. അത് അൽ ഇസ്തിഅലാ എന്നതാണ്. അതിന്റെ വിപരീതമാണ് ഇസ്തിഫാൽ. അപ്പോൾ ഇസ്തിഅലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം അല യഅലു ഉലുവ് എന്ന് പറഞ്ഞാൽ ഉയരുക എന്നർത്ഥം. അല യഅലു ഉലുവ് എന്ന് പറഞ്ഞാൽ ഉയരലാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അൽ ഇസ്തിഅലാ വഹുവ ഫിൽ ലുഗ അൽ ഇർതിഫാ. ഹിദായത്തുൽ ഖാരിയുടെ കർത്താവ് ഷേഖ് മസ്റഫി പറയുകയാണ്, ഭാഷയിൽ ഇസ്തിഅലാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി